ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്നൊരു സെക്കൻഡ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ അടുത്ത് തന്നെ ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ ഊട്ടി ട്രിപ്പാണെന്ന് വ്ളോഗിൽ കാണിക്കുന്നത്. കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ടുള്ള കാരണം ഞാനത് ഒരു 2 വ്ളോഗായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരാണ് എൻ്റെ വീട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഊട്ടിക്ക് പോയത്. അപ്പോൾ രാവിലെ ഒരു 10 മണിയാകുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കേട്ടോ. ഇപ്പം നമ്മൾ കുതിരാൻ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടണലിൽ കൂടെ എത്ര പ്രാവശ്യം പോയാലും നമുക്ക് ഒരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങനെ പാലക്കാട് കൂടെ പോയിട്ട് പാലക്കാട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് കോയമ്പത്തൂർക്ക് ഒരു ഡൈവേർഷൻ വരുമല്ലോ. ഏകദേശം അവിടെ ഞങ്ങൾ എത്താറായി. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ബാക്കി യാത്ര തുടർന്നത്. കോയമ്പത്തൂർ ടൗണിൽ നിന്നാണ് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചത് കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഇപ്പോൾ മേട്ടുപ്പാളയത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ചെക്കിംഗ് ആണ്, നല്ല ക്യൂ ആണ്. അപ്പോൾ ചെക്കിങ് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കയ്യിലുണ്ടെങ്കിൽ അവർ പിടിച്ചെടുക്കുന്നുണ്ട്. അത് അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് അനുവാദമില്ല. പിന്നെ പോരാത്തതിന് നമ്മളൊരു ചെറിയ ടോളും അവിടെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മല കയറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഹെയർ പിൻ ബെൻസൊക്കെ വരാൻ പോണുള്ളൂ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 2 സൈഡിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ കാറിലിരുന്നു കൊണ്ട് എനിക്ക് പറ്റാവുന്ന വിധത്തിൽ ഞാൻ നമ്മുടെ ഫോണിൽ അങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മുതൽ എത്രമാത്രം ഹെയർ പിൻ ബെൻസ് ഉണ്ട് ടോട്ടലിൽ നിന്ന് നോക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇനി ഒരു 10-13 ഞാൻ കണ്ടിരുന്നു ഹെയർ പിൻ ബെൻസ്. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റണില്ല. നമുക്ക് ചില സ്ഥലത്ത് അത്ര സ്പീഡിലൊന്നും അങ്ങനെ പോകാൻ പറ്റണില്ല. കാരണം ഓപ്പോസിറ്റ് നിറയെ വണ്ടികൾ വരികയാണ്. വലിയ ബസ്സൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിർത്തി കൊടുത്ത് ഹെയർ പിൻ ബെൻഡിൽ അവിടെ നിർത്തി കൊടുത്ത് അവരെ കടത്തി വിട്ടിട്ടേ പിന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര സ്പീഡിലുള്ളൊരു യാത്രയല്ല ഇങ്ങനെ ഹെയർ പിൻ ബെൻസ് കയറുമ്പോൾ. അതുകൊണ്ട് നമുക്ക് നന്നായി 2 സൈഡും ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ടോട്ടൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 3/4 തൊട്ട് ഒരു 1 മണിക്കൂർ സമയം വരെ ഈ കയറ്റം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ നല്ല ഭംഗിയുള്ള പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ചധികം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഏകദേശം നല്ലൊരു ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയെ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതാ നമ്മൾ ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞു. ഊട്ടി ടൗണാണ് ആ കാണുന്നത്. ഇവിടെ തന്നെ തൊട്ടടുത്ത് നമുക്ക് റെയിൽവേ ട്രാക്കും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ ഊട്ടിയുടെ. ബസ് സ്റ്റാൻഡും ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയും കുറച്ച് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയി നമുക്ക് ടൗണിൽ തന്നെ കുറച്ച് ഒരു അറ്റത്താണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തിരുന്നത്. നമ്മളപ്പോൾ മാപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയയാണിത്. റോഡിൽ അത്ര അധികം ട്രാഫിക്കൊന്നുമില്ല. 2 സൈഡിലും വീടുകളൊക്കെ നല്ല തിങ്ങി നിറഞ്ഞ് നമുക്ക് ഊട്ടിയുടെ ഒരു നല്ല ലുക്ക് കിട്ടും ഇവിടുന്ന്. ഇപ്പം നമ്മൾ റൂം ബുക്ക് ചെയ്ത സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ലുക്കായിരുന്നു അവിടെ നിന്ന് നമുക്കുള്ളത്. ഞങ്ങളിവിടെ ഊട്ടിയിൽ തന്നെ തുളിപ്സ് വില്ലേജ് റിസോർട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നല്ല നല്ല വലിപ്പമുള്ള റൂംസും നല്ല സൗകര്യമായിരുന്നു നമുക്കവിടെ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ഒരു ശിവൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. ശിവലിംഗം നല്ല ഹൈറ്റിലുള്ളൊരു ശിവലിംഗമായിരുന്നു. ചുറ്റുപാടുമുള്ള ഒരു വ്യൂ ആണ് ഇത്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് എടുക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. അതിൻ്റെ പിൻഭാഗം, ഹോട്ടലിൻ്റെ പിൻഭാഗമാണ്. തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ചെറിയ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അവിടെ പോയി നമുക്ക് ഭക്ഷണമൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഇടയിൽ കഴിക്കണമെന്ന് തോന്നിയ സ്നാക്സൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ചായയും അങ്ങനെയുള്ളതൊക്കെ. മെയിൻ ഫുഡൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾ പുറത്ത് പോയി എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കറങ്ങാൻ പോവാണ്. അതിനു വേണ്ടി ഞങ്ങളിവിടെ റെഡിയായി കഴിഞ്ഞു.
അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചെറുതായിട്ടൊരു വീഡിയോ അവിടെ നിന്നിട്ട് ബാൽക്കണിയിൽ നിന്നിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ എൻജോയ് ചെയ്യാൻ പോവുകയാണ്, പുറത്ത് പോകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ഫസ്റ്റ് റെഡി ആയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് ബോട്ടിങ്ങിനായിരുന്നു കേട്ടോ, ലേക്കിൻ്റെ അവിടേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയമല്ലേ, അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ബോട്ടിങ് തീർക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയത്. നല്ല തിരക്ക്, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ഇഷ്ടംപോലെ കാറുകൾ കിടക്കുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ടിക്കറ്റ് എടുക്കാനോ ഒന്നും ഭയങ്കര വലിയ ക്യൂ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടേ വരുന്നില്ല. ഇഷ്ടംപോലെ ബോട്ടുകളാണ്. നമ്മൾ ചെന്നാൽ നേരെ ടിക്കറ്റ് എടുക്കുക, കയറുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്കൊന്നും പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റി. അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവാണ്. അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ മോട്ടോർ ബോട്ടാണ് എടുത്തിരുന്നത്. നമ്മുടെ പെഡലിംഗ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അമ്മയൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾക്ക് ഇതാണ് കൂടുതൽ സൗകര്യമായിട്ട് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 20-25 മിനിറ്റ്സാണ് റൈഡ് അവർ നമുക്ക് തരണത്. അതിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റും കൂടിയൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകും. അതുപോലെയാണ് കേട്ടോ. ഞങ്ങളും അങ്ങനെ കുറച്ച് അവരുടെ അടുത്ത് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളൊരു 10 മിനിറ്റ് കൂടുതൽ എക്സ്ട്രാ ഞങ്ങൾ ബോട്ടിൽ എടുത്തു. എത്ര പ്രാവശ്യം പോയാലും മതി വരാത്ത ഒന്നാണ് ബോട്ട് യാത്ര അല്ലേ. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമുക്ക് ബോട്ട് യാത്ര ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ എത്ര നമ്മൾ ചെയ്താലും നമുക്ക് പിന്നെയും അതിനോടുള്ളൊരു കമ്പം കുറയാറില്ല. കൊടൈക്കനാൽ പോയപ്പോഴും നമുക്ക് ഇതേപോലെയുള്ള ഒരു ബോട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടാണ്. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ രണ്ട് സൈഡിലും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം അവിടെ നിന്ന് നമ്മുടെ ഷോർട്സിന് വേണ്ടി ചില വീഡിയോ ഒക്കെ എടുത്തു. ബോട്ടിൽ നിന്ന് സർക്കസ് കാണിച്ചിട്ട് ചില വീഡിയോസൊക്കെ ഞാൻ എടുത്തു. ഓൾറെഡി ഞങ്ങൾ ഊട്ടിയിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ മുമ്പേ പോയിട്ടുള്ളത് തന്നെയാണ്. എന്നാലും നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും വളരെയധികം പുതുമകളാണ്. അവിടെയൊക്കെ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഉള്ളൊരു പാർക്കിൽ വന്നിരിക്കുകയാണ്. പാർക്കും വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ. ബ്ലൂ കളറ് പൂക്കളുള്ള ഒരു മരം നമുക്ക് ഊട്ടിയിൽ നിറയെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് ആയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗമുണ്ട്, സെക്കൻഡ് പാർട്ട്. അപ്പോൾ സെക്കൻഡ് വ്ളോഗിൽ കാണുന്നത് വരെ ബൈ ബൈ.